ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ആലപ്പുഴയ്ക്കാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം സമയം 8:15 നമ്മളിപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ട്രിപ്പ് പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള വണ്ടിയിലാണ്. സ്പെഷ്യലായിട്ടുള്ള വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള X7. ഈ വണ്ടി എടുത്തിട്ടാണ് നമ്മളിന്ന് ആലപ്പി പോകുന്നത്. വണ്ടിയുടെ ലുക്ക് വേറെ ലെവൽ ലുക്കാണ്. ഞാനങ്ങനെ വണ്ടി നോക്കി നിൽക്കുമ്പോൾ എനിക്ക് കമ്പനിക്ക് ഒരാളും കൂടി ഉണ്ടായിരുന്നു വണ്ടി നോക്കി നിൽക്കാൻ. അങ്ങനെ ഏകദേശം 11 മണി ആയപ്പോൾ തന്നെ ഞാനും വിനിയേട്ടനും ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. വിനിയേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് തന്നെ ഞങ്ങൾ ടാങ്ക് ഫുള്ളാക്കി. പെട്രോൾ അടിച്ചതിന് ശേഷം ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. പതിവ് പോലെ അങ്കമാലിയിൽ നല്ല ബ്ലോക്കാണ്. അങ്ങനെ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് കൊച്ചി എത്തി. കൊച്ചിയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയത് കാർത്തിയാനി സീ ഫുഡ് റെസ്റ്റോറൻറ്റിലായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, ഫുഡ് വേറെ ലെവല്. ഫുഡ് കഴിച്ചിറങ്ങി പതിവ് പോലെ ബ്ലോക്ക്. അങ്ങനെ നമ്മൾ അരൂർ ബ്രിഡ്ജെല്ലാം കഴിഞ്ഞ് ഏകദേശം 5:30 ആയപ്പോൾ തന്നെ നമ്മുടെ അമ്പലപ്പുഴയിലുള്ള ഹോം സ്റ്റേയിലെത്തി. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്നത് ഈ ഹോം സ്റ്റേയിലാണ്. നാളെയാണ് നമ്മൾ ആലപ്പുഴ പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം ഹോം സ്റ്റേയിൽ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് നടന്നു. ബീച്ചിലേക്ക് ഏകദേശം 100 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടത് വിനീതേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. പാർട്ടിയെല്ലാം കഴിയുമ്പോൾ ഏകദേശം 1 മണിയായി. 1 മണിക്ക് ഞങ്ങൾ അമിട്ട് പൊട്ടിച്ച് വേറൊരു പാർട്ടിയും കൂടി നടത്തി അവിടെ. ഏകദേശം 2 മണിയായപ്പോൾ തന്നെ നമ്മൾ പോയ ഡിഫൻഡറിൽ നമ്മൾ തിരിച്ച് ഹോം സ്റ്റേയിലെത്തി. നെക്സ്റ്റ് ഡേ ഏകദേശം 12:30 ആവാറായപ്പോൾ തന്നെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് പുന്നമടയിലേക്കാണ്. പറയാതിരിക്കാൻ വയ്യ, ഈ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേകതരം ഫീലിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ പുന്നമട എത്തി. പുന്നമടയിൽ അടുത്തുള്ള ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ ഇന്ന് ലഞ്ചെല്ലാം കഴിക്കുന്നത്. ഈ പുന്നമട കായലിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂവും കണ്ടിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. തിരിച്ചു വരുമ്പോഴും ഇത് തന്നെ അവസ്ഥ, 40-50 ആയിട്ട് വരേണ്ടതായിട്ട് വന്നു. കാരണം നമ്മുടെ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം.